ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ വെനസ്വേലയിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾക്കു നേരെ ആക്രമണം നടത്തി അമേരിക്കൻ സൈന്യം. വെനസ്വേലയിലെ 4 വിമാനത്താവളങ്ങൾ അമേരിക്ക ആക്രമിച്ചതായാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. വെനസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയെ രാജ്യം വിടാൻ ഒരു രീതിയിലും അനുവദിക്കാത്ത തരത്തിലുള്ള ആക്രമണമാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വിശദമാക്കുന്നത്. വെനസ്വേലയുടെ തലസ്ഥാനമായ കാരക്കാസിന്റെ കിഴക്കൻ മേഖലയിലെ ഹിഗരറ്റ് വിമാനത്താവളമടക്കം 4ഓളം വിമാനത്താവളങ്ങൾക്കു നേരെ ആക്രമണം നടന്നതായാണ് റിപ്പോർട്ട്. ആക്രമണ ദൃശ്യങ്ങളും ഇതിനോടകം തന്നെ പുറത്തുവന്നിട്ടുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉത്തരവിനെ തുടർന്നാണ് ഈ നീക്കമെന്ന് വൈറ്റ് ഹൌസ് വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. മേഖലയിലെ സുരക്ഷാ ഭീഷണികളും വെനസ്വേലൻ സർക്കാരിന്റെ പ്രകോപനങ്ങളുമാണ് ആക്രമണത്തിന് കാരണമായി അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. മഡുറോയെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് നൽകുന്ന പ്രതിഫലം ട്രംപ് ഇരട്ടിയാക്കുകയും മഡുറോ സർക്കാരിനെ വിദേശ ഭീകര സംഘടനയായി പ്രഖ്യാപിക്കുമെന്ന് ട്രംപ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ തന്റെ രാജ്യത്തെ എണ്ണസമ്പത്ത് കൈക്കലാക്കാൻ അമേരിക്ക നടത്തുന്ന ഗൂഢാലോചനയാണ് ഈ നീക്കങ്ങളെന്ന് മഡുറോ ആരോപിക്കുന്നു. അമേരിക്കയുടെ ദേശീയ സുരക്ഷയ്ക്ക് വെനസ്വേലൻ ഭരണകൂടം ഭീഷണി ഉയർത്തുന്നു എന്നാരോപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഈ നീക്കം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ പ്രകമ്പനങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. വെനസ്വേലയിലെ സൈനിക താവളങ്ങളെയും ഇന്റലിജൻസ് കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്ന് പെന്റഗൺ അറിയിച്ചു. അമേരിക്കൻ പൗരന്മാരുടെയും താൽപര്യങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ ഏതറ്റം വരെയും പോകുമെന്ന ട്രംപിന്റെ കർശന നിലപാടിന്റെ ഭാഗമായാണ് ഈ നടപടി. ആക്രമണത്തെ തുടർന്ന് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോ രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചേക്കുമെന്ന് സൂചനയുണ്ട്. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അമേരിക്കയുടെ ഈ സൈനിക നീക്കത്തെ ശക്തമായി അപലപിച്ചു. ഐക്യരാഷ്ട്രസഭയിൽ ഈ വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്ന് വിവിധ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്കൻ അതിർത്തികളിലെ ലഹരിക്കടത്തും സുരക്ഷാ പ്രശ്നങ്ങളും നേരിടാൻ വെനസ്വേലയിലെ ഭരണമാറ്റം അനിവാര്യമാണെന്ന ട്രംപിന്റെ മുൻകാല പ്രസ്താവനകളുടെ പശ്ചാത്തലത്തിലാണ് ഈ സൈനിക ഇടപെടൽ ശ്രദ്ധേയമാകുന്നത്.